എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുമ്പോഴുള്ള അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളിൽ പല ആളുകളും കാണാൻ സാധ്യതയില്ലാത്ത ഒരു റൂട്ട് കൂടിയാണ് തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് എല്ലാവരും പോകുന്നത്. മെയിൻ റോഡ് വഴി കുന്നംകുളം വഴിയോ അല്ലെങ്കിൽ ചുവലൂർപ്പടി വഴിയോ ചൂണ്ടൽ വഴിയോ ഒക്കെയാണ്. പിന്നെ പാവറട്ടി വഴി പോകുന്നവരുണ്ടാകാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാഞ്ഞാണി വഴി തിരിഞ്ഞ് ഏനാമാവ് ബണ്ട് വഴി പോകുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ നേരെ കാഞ്ഞാണി വഴി, കാഞ്ഞാണിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഈ വഴി പോകുമ്പോഴാണ് ഈ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈകുന്നേരങ്ങൾ ഇവിടെ അതിഗംഭീരമായ ദൃശ്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നല്ല കാറ്റും, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്, മഴയില്ലാത്ത സമയത്താണെങ്കിൽ നല്ല കാറ്റും നല്ല സുഖകരമായി നിന്നുകൊണ്ട് ഈ പ്രകൃതി ദൃശ്യങ്ങൾ വീക്ഷിക്കാനും അവിടെ ചൂണ്ടയിടുന്നവരെ കാണാനും വള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ കാണാനും എല്ലാ സൗകര്യങ്ങളും, നല്ല ഒരു അന്തരീക്ഷമാണ്. നമുക്കെല്ലാം കണ്ട് ഒന്ന് റിലാക്സായി അതിനുശേഷം യാത്ര തുടരുകയും ചെയ്യാം. ഈ ബണ്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്കും കൂടിയുണ്ട്. അവിടെ നമുക്കിരുന്ന് പ്രകൃതി ദൃശ്യങ്ങൾ കാണാവുന്ന ഒരു സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വിനോദോപാധികളൊന്നും തന്നെ ഇവിടെ ഇല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പനേരം റെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊഴിച്ചാൽ ഒരു ചെറിയ ഹോൾട്ട്, ഒരു ചെറിയ ബ്രേക്ക് ഇടയ്ക്ക് എടുക്കാവുന്ന ഒരു സ്ഥലം മാത്രമാണിത്. ഒരുപക്ഷെ ദൂരസ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ റൂട്ട് അറിയില്ലായിരിക്കാം. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റ് വിനോദോപാധികളൊന്നുമുള്ള സ്ഥലമല്ല. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഇറങ്ങി അല്പനേരം കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച ശേഷം യാത്ര തുടരാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ഏനാമാവ് ബണ്ട്. അതിമനോഹരമായ പ്രദേശം ശരിക്കും പ്രകൃതിയുടെ സമ്മാനം, പ്രകൃതിയുടെ ഗിഫ്റ്റ് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും.